നമുക്ക് ഫെബ്രുവരി 27, 2025 നടന്ന USS എക്സാമിനേഷനിലെ ബേസിക് സയൻസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ നോക്കാം. നോക്കിയോളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലൈം ഈസ് യൂഷ്വലി അപ്ലൈഡ് ടു വാസ്റ്റ് സ്റ്റിങ് ഏരിയ വിച്ച് ഈസ് കെമിക്കൽ പ്രോസസ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലേഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഈ കടന്നൽ കുത്തേറ്റ ശരീരഭാഗത്ത് നമ്മൾ ചുണ്ണാമ്പ് പുരട്ടാറുണ്ട്. ഏതു രാസപ്രക്രിയയാണ് ഈ അവസരത്തിൽ വേദനയും അവിടെയുള്ള വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം, ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവിരീകരണം, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം, പിന്നെ കമ്പസ്റ്റീൻ അല്ലെങ്കിൽ ജ്വലനം. ഇതിലേതാണ്? അതായത് ഈ കടന്നൽ കുത്ത് നമുക്ക് ശരീരത്തിലേക്കുമ്പോൾ ഈ കടന്നൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആസിഡാണ്. അപ്പോൾ ഈ ആസിഡിക് സബ്സ്റ്റൻസിനെ നമുക്ക് അതിൻ്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചേർക്കാനുള്ളത്? ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്നത് ആൽക്കലൈൻ നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്, ചുണ്ണാമ്പ് അല്ലെങ്കിൽ ലൈം. അപ്പോൾ നമ്മൾ അത് ചേർക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഒരു ആസിഡും ആൽക്കലിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് നിർവിരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. എന്താണ്? ആസിഡും ആൽക്കലിയും ചേരുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? നിർവിരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ. ഓക്കെ ആണല്ലോ. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കമ്പണൻസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഏതൊക്കെ കമ്പണൻ്റ് ആണ് ആവശ്യമുള്ളതെന്ന്? അയൺ ആൻഡ് പ്രോട്ടീൻ, അയൺ ആൻഡ് ഫാറ്റ്, അയൺ ആൻഡ് കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം ആൻഡ് പ്രോട്ടീൻ. ഏതാണ്? അയണും പ്രോട്ടീനുമാണ് നമുക്ക് ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ്. ഏതൊക്കെയാണ്? അയണും പ്രോട്ടീനും, അയൺ ആൻഡ് പ്രോട്ടീൻ. അപ്പോൾ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോറിനേഷൻ ഇൻ വാട്ടർ പ്യൂരിഫയിങ് പ്രോസസ്? വാട്ടർ പ്യൂരിഫയിങ് പ്രോസസ്സിലെ ക്ലോറിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ ആണ് അല്ലേ? ബ്ലീച്ചിങ് പൗഡർ. ഞാൻ ഈ എക്സാമിൻ്റെ തലേ ദിവസം, അതായത് 26-ാം തീയതി ബേസിക് സയൻസിൽ നിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എക്സാമിന്. നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഫോർ ക്ലോറിനേഷൻ ഇൻ വാട്ടർ പ്യൂരിഫയിങ് പ്രോസസ്? ഏതാണ്? ബ്ലീച്ചിങ് പൗഡർ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സോളാർ എക്ലിപ്സ് ഈസ് കറക്റ്റ്? ഞാൻ അവിടെ ഇട്ടത് ലൂണാർ എക്ലിപ്സിന്റെ കാര്യമായിരുന്നു കേട്ടോ. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് സോളാർ എക്ലിപ്സിൽ കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന്? അതൊക്കെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മൂൺസ് ഷാഡോ ഫാൾസ് ഓൺ എർത്ത്. മൂണിന്റെ ഷാഡോ എർത്തിൽ പതിക്കുന്നു. എർത്ത് ഷാഡോ ഫാൾസ് ഓൺ മൂൺ. എർത്തിൻ്റെ ഷാഡോ മൂണിൽ പതിക്കുന്നു. ഹാപ്പൻസ് ഓൺ ഫുൾ മൂൺ ഡേ. ഫുൾ മൂൺ ഡേയിലാണ് സംഭവിക്കുന്നത്. ക്യാൻ ബി സീൻ ഫ്രം എനിവെയർ ഓൺ എർത്ത്. എർത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? സോളാർ എക്ലിപ്സുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോളാർ എക്ലിപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മൂൺസ് ഷാഡോ ഫാൾസ് ഓൺ എർത്ത്. അതായത് ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. അതാണ് ആ സോളാർ എക്ലിപ്സിലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? നോക്കിയുള്ളൂ. മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 seconds ആൻഡ് ദെൻ കൂൾഡ് റാപ്പിഡ്ലി ടു 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് ചൂടാക്കുക, അതിനുശേഷം പെട്ടെന്ന് വേഗത്തിൽ 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് തണുപ്പിക്കുക. ഇങ്ങനെ എങ്ങനെയാണ് പാസ്ചറൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പാസ്ചറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഞാൻ തലേ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ. മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 70 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 seconds ആൻഡ് ദെൻ കൂൾഡ് സ്ലോവ്ലി ടു 10 ഡിഗ്രി സെൽഷ്യസ്. അതായത് 30 സെക്കൻഡ് 70 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക, അതിനുശേഷം പതുക്കെ സാവധാനം തണുപ്പിക്കുക 10 ഡിഗ്രി സെൽഷ്യസിലോട്ട്. അങ്ങനെയാണോ? അല്ല. അടുത്ത, മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കൂൾഡ്. 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുക എന്നിട്ട് തണുപ്പിക്കുക. അതുമല്ല. മിൽക്ക് ഈസ് കെപ്റ്റ് കോൾഡ്. മിൽക്ക് തണുപ്പിച്ച് വയ്ക്കാന്ന്. അതുമല്ല. അപ്പോൾ ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. മിൽക്ക് ഈസ് ഹീറ്റഡ് അറ്റ് 70 ഡിഗ്രി സെൽഷ്യസ്. 70 ഡിഗ്രി സെൽഷ്യസിൽ മിൽക്ക് ചൂടാക്കുക. ഫോർ 30 seconds, 30 സെക്കൻഡ് സമയത്തേക്ക്. ആൻഡ് ദെൻ കൂൾഡ് റാപ്പിഡ്ലി ടു 10 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് പെട്ടെന്ന് തണുപ്പിക്കുക. 10 ഡിഗ്രി സെൽഷ്യസിലോട്ട് പെട്ടെന്ന് തണുപ്പിക്കുക. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ഓപ്ഷൻ ആണ് കേട്ടോ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ഈസ് ലൈക്ലി ടു പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ്, എ പോയിസണസ് ഗ്യാസ്? പോയിസണസ് അല്ലെങ്കിൽ വിഷവാതകമായിട്ടുള്ള കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഹൗസ് ഹോൾഡ് അപ്ലയൻസ്, വീട്ടിൽ ഉപയോഗിക്കുന്ന അപ്ലയൻസ് ഏതാണ്? 1 റെഫ്രിജറേറ്റർ, 2 ഇലക്ട്രിക് ഹീറ്റർ, ഫയർവുഡ് സ്റ്റൗ, മൈക്രോവേവ് അവൻ. ഏതാണ്? ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഫയർവുഡ് സ്റ്റൗ ആണ്. അതായത് നമ്മുടെ അടുപ്പ് കത്തിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ.
ഫയർവുഡ് സ്റ്റവ് അല്ലെങ്കിൽ വിറകടുപ്പ്. ഓക്കെ, അടുത്ത 22ാമത്തത് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. എക്കോ ഫ്രണ്ട്ലി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എക്സാമ്പിൾ ഏതെന്ന്? ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പ്ലാന്റ്, വിൻഡ് ഫാം. ഏതാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്? ഇതിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വിൻഡ് ഫാം അല്ലേ? വിൻഡ് ഫാം ആണ് ഇതിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. വിൻഡ് ഫാം എന്ന് വെച്ചാൽ കാറ്റിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലേ, അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എക്സാമ്പിൾ ആണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരി 27 is a new moon day which is the next full moon day. 2025 ഫെബ്രുവരി 27 എന്ന് പറഞ്ഞത് ഒരു ന്യൂ മൂൺ ഡേ ആണ്, അതായത് അമാവാസിയാണ്. വിച്ച് ഇസ് ദ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഫുൾ മൂൺ ഡേ, അടുത്ത പൗർണമി എന്നായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നായിരിക്കും? ഫെബ്രുവരി 27ൻ്റെ കൂടെ ഒരു 15 ദിവസവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ദിവസമായിരിക്കും പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 15 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർച്ച് 14 വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മാർച്ച് 14 കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 27 ന്യൂ മൂൺ ഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ ഫെബ്രുവരി 27 അമാവാസി ആണെങ്കിൽ അടുത്ത പൗർണമി ദിവസം എന്ന് പറയുന്നത് ഓപ്ഷൻ എ മാർച്ച് 14 ആയിരിക്കും. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ? അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പിക്കൾച്ചർ, പിസിക്കൾച്ചർ, കമ്പോസ്റ്റ് മേക്കിംഗ്, സെറികൾച്ചർ. ഏതാണ്? അപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തേനീച്ച വളർത്തൽ അല്ലേ? പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മറ്റേ മത്സ്യത്തിന്റെ വളർച്ച, സെറികൾച്ചർ പട്ടുനൂൽ പുഴു. അപ്പോൾ കമ്പോസ്റ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളം നിർമ്മിക്കുന്ന അല്ലേ, ജൈവികമായിട്ട് നമുക്ക് വളം നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉൾപ്പെടാത്തത് കമ്പോസ്റ്റ് മേക്കിംഗ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഗ്യാസ് ഈസ് പ്രസന്റ് ഇൻ ദ സെയിം ക്വാണ്ടിറ്റി ഇൻഹേൾഡ് ആൻഡ് എക്സ്ഹേൾഡ് എയർ? നമ്മൾ ഇൻഹേൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഉച്ഛ്വാസവായുവിലും എക്സ്ഹേൾ ചെയ്യുന്നതും അതായത് നിശ്വാസവായുവിലും ഒരേ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണെന്ന്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, വാട്ടർ വേപ്പർ. ഏതാണ്? നൈട്രജൻ. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ നൈട്രജൻ ആണ് നമ്മുടെ എക്സ്ഹേളിലും ഇൻഹേൾ എയറിലും ഒരേ ക്വാണ്ടിറ്റിയിൽ അടങ്ങിയിട്ടുള്ളത്. ഏതാണ്? നൈട്രജൻ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, ഞാൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എനർജി കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ സോളാർ പാനൽ? സോളാർ പാനലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ മെത്തേഡ് ഏതാണെന്ന് ഇതും ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോളാർ പാനലിൽ നടക്കുന്ന എനർജി കൺവേർഷൻ മെത്തേഡ് എന്താണ്? സോളാർ പാനൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ലൈറ്റ് എനർജി ആയിരിക്കും അല്ലേ, സോളാർ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് എനർജി എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നു. അപ്പോൾ ലൈറ്റ് എനർജി ടു ഇലക്ട്രിക് എനർജി എന്നുള്ള ഡി ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത 27ാമത്തത് ഈ 27ാമത്തെ ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്തത് കേട്ടോ. 45 ഡിഗ്രി 7 ഇമേജസ് ഇതേ ക്വസ്റ്റ്യൻ ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇട്ടുതരാം കേട്ടോ. 2 പ്ലെയിൻ മിറേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. 2 പ്ലെയിൻ മിറർ ഒരു 45 ഡിഗ്രി ആംഗിളിൽ വയ്ക്കുവാണ്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ മിഡിൽ, എന്നിട്ട് നമ്മൾ മിഡിൽ പോർഷനിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാണ്. ഹൗ മെനി ഇമേജസ് ക്യാൻ ബി ഫോംഡ്? ഇവിടെ എത്ര ഇമേജ് ഫോം ചെയ്യുന്നു? ഞാൻ ഇവിടെ നമ്മുടെ തലേ ദിവസം ഇട്ട് ആ വീഡിയോയിൽ മോഡൽ ക്വസ്റ്റിൻ്റെ വീഡിയോയിൽ ചെയ്തത് എങ്ങനെയെന്ന് അറിയാമോ? 2 പ്ലെയിൻ മിറർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു 7 ഇമേജസ് ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 പ്ലെയിൻ മിററിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇത് നേരെ തിരിച്ചാണ് ചോദിച്ചേക്കുന്നത്. 2 പ്ലെയിൻ മിററിൻ്റെ ഇടയിൽ 45 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ അവിടെ എത്ര ഇമേജസ് ഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് ഞാനത് സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ എന്താണ്? 360 ഡിവൈഡഡ് ബൈ ആംഗിൾ -1. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 45 ഡിഗ്രി -1. 360 45 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 - 1 7. അപ്പോൾ എത്രയാണ് 27ൻ്റെ ആൻസർ? 7. എ ആണ് ആൻസർ. 7 ഇമേജസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് കേട്ടോ. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഈസ് സിൽവർ കോട്ടഡ് ഇൻ ബിറ്റ്വീൻ ദ ഡബിൾ വോൾസ് ഓഫ് തെർമോ ഫ്ലാസ്ക്? തെർമോ ഫ്ലാസ്കിൽ ഒരു ഡബിൾ വാൾ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സിൽവർ എന്തിനാണ് കോട്ട് ചെയ്യുന്നതെന്ന്, സിൽവർ കൊണ്ട് ഇങ്ങനെ പൂശുന്നത് എന്തിനാണെന്ന്? ടു റെഡ്യൂസ് ഹീറ്റ് ലോസ് ബൈ കണ്ടക്ഷൻ, to reduce heat loss by convection, to reduce heat loss by radiation, to reduce heat loss by conduction and convection. ഇതിൽ ഏതാണ് ആൻസർ? ടു റെഡ്യൂസ് ഹീറ്റ് ലോസ് ബൈ റേഡിയേഷൻ, അതായത് സി ആണ് ഇവിടുത്തെ ആൻസർ. റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, റേഡിയേഷൻ വഴിയുള്ള താപനഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തെർമോ ഫ്ലാസ്കിൻ്റെ 2 ഡബിൾ വോൾസിൻ്റെ ഇടയിൽ എന്ത് പൂശുന്നത്? സിൽവർ കോട്ട് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ്? ടു റെഡ്യൂസ് ഹീറ്റ് ലോസ് ബൈ റേഡിയേഷൻ, റേഡിയേഷൻ വഴിയുള്ള ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെക്ഷൻ? കൺവെക്ഷന് എക്സാമ്പിൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്.
വാട്ടർ ഹീറ്റഡ് ഇൻ സ്റ്റൗവിൽ വെച്ച് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാട്ടറാണ്, വെള്ളമാണ്, അതൊരു ലിക്വിഡ് പോർഷനാണ്. ലിക്വിഡ് പോർഷനിൽ നടക്കുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അടുത്ത വിൻഡ് ബ്ലോയിങ്, കാറ്റ് വീശുന്നത്, അത് ഗ്യാസ് ആണ്, അവിടെ നടക്കുന്നത് കൺവെക്ഷൻ മെത്തേഡാണ്. അടുത്ത റൈസിങ് അപ്പ് ഓഫ് ഹോട്ട് എയർ ബലൂൺ, ഹോട്ട് എയർ ബലൂൺ മുകളിലേക്ക് ഉയരുന്നത്, അവിടെ നടക്കുന്നത് കൺവെക്ഷനാണ്. ഹോട്ട് എയർ ബലൂൺ എന്ന് വെച്ചാൽ അവിടെ ഗ്യാസ് അല്ലേ, അപ്പോൾ അതായത് ഈ ലിക്വിഡിലും ഗ്യാസിലും ഒക്കെ നടക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. അടുത്ത നോക്കിയോളൂ, എക്സ്പീരിയൻസിങ് ദ ഹീറ്റ് ഓഫ് സൺ, സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിൽ എത്തുന്നത് ഏത് വഴിയാണ്? റേഡിയേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് അല്ലേ. അപ്പോൾ അവിടെ അത് തെറ്റാണ്. അപ്പോൾ കൺവെക്ഷൻ വഴിയാണോ അവിടെ നടക്കുന്നത്? അല്ല. അപ്പോൾ എക്സ്പീരിയൻസ് ദ ഹീറ്റ് ഓഫ് സൺ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡി ഓപ്ഷനാണ് ശരി. വിച്ച് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെക്ഷൻ. കൺവെക്ഷൻ എക്സാമ്പിൾ ഏതാണ്? അല്ലാത്തത് ഏതാണ്? കൺവെക്ഷൻ എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? എക്സ്പീരിയൻസിങ് ദ ഹീറ്റ് ഓഫ് സൺ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വിച്ച് ഏജൻസി റെഗുലേറ്റ്സ് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് ആ ഫുഡ് സേഫ്റ്റിക്കും അതിൻ്റെ ക്വാളിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതാണ്? FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് FSSAIയുടെ ഫുൾ ഫോം. അപ്പോൾ ആ ഒരു ഏജൻസി FSSAI എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഫുഡ് സേഫ്റ്റിയും അതിൻ്റെ ക്വാളിറ്റിയും, നമ്മുടെ രാജ്യത്ത് ഫുഡ് സേഫ്റ്റി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തത്. ഓൾ ആർട്ടറീസ് ഇൻ ഹ്യൂമൻ ബോഡി ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് വൺ. വിച്ച് ആർട്ടറി ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്? അതായത് എല്ലാ ആർട്ടറിയും അല്ലെങ്കിൽ എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നതാണ് ഓക്സിജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ബ്ലഡ്, അതാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ശുദ്ധരക്തം. എന്നാൽ ഒരെണ്ണം മാത്രം ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വഹിക്കുന്നത്. അതേതാണ്? അത് പൾമണറി ആർട്ടറിയാണ്. അതേതാണ്? പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറിയാണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരു ആർട്ടറി എന്ന് പറയുന്നത്. എല്ലാ ആർട്ടറിയും എന്താണ് ക്യാരി ചെയ്യുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി ആർട്ടറി. അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഇൻ പെസ്റ്റ് കൺട്രോൾ? അതായത് ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കീടങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ മേന്മ അല്ലാത്തതേത്? അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തതേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് നോ ഹാം ടു എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്നില്ല. ലോ കോസ്റ്റ്, ചിലവ് കുറവാണ്. എഫക്റ്റീവ് ഓൺ ലോങ് ടേം ബേസിസ്, ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് വളരെ എഫക്റ്റീവാണ്. സോയിൽ വാട്ടർ ക്യാൻ ബി പൊള്യൂട്ടഡ്, സോയിലും വാട്ടറും അതായത് നമ്മുടെ മണ്ണ്, ജലം എന്നിവ മലിനീകരണത്തിന് ഇടയാകുന്നു. ഏതാണ് ഇതിൻ്റെ മേന്മ അല്ലാത്തത് അല്ലേ? അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ്? സോയിൽ വാട്ടറും പൊള്യൂട്ട് ആവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. അതായത് സോയിലും വാട്ടറും പൊള്യൂട്ട് ആകുന്നില്ല അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ സോയിൽ ആൻഡ് വാട്ടർ ക്യാൻ ബി പൊള്യൂട്ടഡ്, ഡി ഓപ്ഷൻ, അതാണ് ശരിയായിട്ടുള്ള ആൻസറേ. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ. നെഫ്രോൺസ് ആർ സീൻ ഇൻ വിച്ച് ഓർഗൻ? നെഫ്രോൺസ് ഏത് ഓർഗനിലാണ് കാണപ്പെടുന്നതെന്ന്? കിഡ്നി, ബ്രെയിൻ, ലിവർ, ഹാർട്ട്, ഏതിലാണ് കാണപ്പെടുന്നത്? കിഡ്നി അല്ലേ? കിഡ്നിയിലാണ് നെഫ്രോൺസ് കാണപ്പെടുന്നത്. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പ്ലെയിൻ മിറർ ഈസ് നോട്ട് കറക്റ്റ്? സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തത് ഇമേജ് ഷോസ് ലാറ്ററൽ ഇൻവേർഷൻ, ഇമേജിന് പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടാകുന്നു. അത് ശരിയല്ലേ? പാർശ്വിക വിപര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പോക്കുമ്പോൾ നമ്മുടെ മിററിൽ ഏതായിരിക്കും? റൈറ്റ് ഹാൻഡ് ആയിരിക്കും കാണിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ അത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എ ഓപ്ഷൻ എന്ന് പറയുന്നതല്ല ശരി. അടുത്തത് ദ ഡിസ്റ്റൻസ് ഫ്രം ഒബ്ജക്റ്റ് ടു മിറർ ആൻഡ് ടു ഇമേജ് ഈസ് ഈക്വൽ. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് മിറർ വരെയും മിററിൽ നിന്ന് ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. അടുത്ത സി, സൈസ് ഓഫ് ഇമേജ് ആൻഡ് ഒബ്ജക്ട്സ് ആർ ഈക്വൽ. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും ഈക്വൽ ആയിരിക്കും. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ഡി ഓപ്ഷൻ എന്താണ്? ക്യാൻ ബി യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കാമെന്ന്. റിയർ വ്യൂ മിററായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? കോൺവെക്സ് ആണ് അല്ലേ? കോൺവെക്സ് മിററാണ്. നമ്മുടെ വാഹനങ്ങളിലൊക്കെ വെഹിക്കിൾസിലൊക്കെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. ക്യാൻ ബി യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ.
അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഫോർ ആസിഡ് വിച്ച് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ഓർഗാനിക് മാറ്റർ. അതായത് ഓർഗാനിക് ആയിട്ട് ജൈവിക വസ്തുക്കളിലൊക്കെ കാണപ്പെടാത്ത ആസിഡ് ഏതാണെന്ന് താഴെ ഒരു 3-4 ആസിഡിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ ജൈവിക വസ്തുക്കളിൽ കാണപ്പെടാത്ത ആസിഡ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മിൽക്ക്, പിന്നെ തൈര്, കേർഡ്, അതിലൊക്കെ കാണപ്പെടുന്ന ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പോൾ അതൊരു ജൈവിക വസ്തുവാണല്ലോ. അപ്പോൾ ലാക്റ്റിക് ആസിഡ് അല്ല ആൻസർ. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ്റിലില്ലേ? അപ്പോൾ നമ്മുടെ ആമാശയത്തിലെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, അപ്പോൾ അതുമല്ല. അടുത്ത അസ്കോർബിക് ആസിഡ് എവിടെയാണ് കാണപ്പെടുന്നത്? മിക്കവാറുള്ള ഫ്രൂട്ട്സിലൊക്കെ കാണപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അസ്കോർബിക് ആസിഡും എന്താണ് ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടുന്ന ആസിഡാണ്. അപ്പോൾ ഇതിൽ ലാക്റ്റിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അസ്കോർബിക് ആസിഡ് ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടാത്ത ആസിഡ് ഇതിൽ ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് സയൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. ബേസിക് സയൻസിലും നമ്മൾ നമ്മുടെ യൂണിറ്റ് വൈസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്താൽ നമുക്ക് ബേസിക് സയൻസ് ഈസി ആവും USSൻ്റെ. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. താങ്ക്